الصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وأفضل أمري إلى الله إن الله بصير بالعباد. ألف الألف النظام مدحي على العليا أول السطور بسم الله بدأ الخالق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സ്നേഹാദരം പറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഉമ്മ ഉപ്പ കാരണവമ്മ കുഞ്ഞുമക്കൾ അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ജഗന്നിയന്താവായ അല്ലാഹു നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കട്ടെ. ഗതകാല ജീവിതത്തിലെ മുഴുവൻ പാളിച്ചകളും തെറ്റുകുറ്റങ്ങളും കരുണാമയനായ അല്ലാഹു ഈ മഹത്തായ ബിസ്മില്ലാ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, പോരിശ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആരെല്ലാം ഏതെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇവിടെ സംഗമിച്ചോ, കരുണാമയനായ എല്ലാം അറിയുന്ന അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും വ്യാകുലതകളും ആകുലതകളും എല്ലാവിധ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സമ്പൂർണമായ പരിഹാരം അല്ലാഹു ഈ മജ്‌ലിസിൽ നിന്ന്, ഈ സദസ്സിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പായി നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു കനിഞ്ഞരുളട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ബഹുമാനിയരെ, വളരെ മഹത്തായ ഒരു ഖുത്ബിയത്ത് മജ്‌ലിസിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയിൽ നടത്തപ്പെടാറുള്ള മഹത്തായ ഖുത്ബിയത്തിന്റെ ആത്മീയമായ മജ്‌ലിസ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കും. ഒരുപാട് നീറുന്ന മനോവിഷമങ്ങളും ശാരീരിക അസ്വസ്ഥതകളും സാമ്പത്തിക പരാധീനതകളും മറ്റും ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ പിരിയുവാൻ വേണ്ടി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ദുനിയാവ് എന്ന് പറയുന്നത്
ഈ നശ്വരമായ ജീവിതം എന്ന് പറയുന്നത് തികച്ചും ഒരു പരീക്ഷണശാല തന്നെയാണ്. പരിപൂർണമായ സ്വസ്ഥതയോ സമാധാനമോ പരിപൂർണമായ സുഖമോ ശാശ്വതമായ സന്തോഷമോ ഈ ദുനിയാവിൽ നമുക്കാർക്കും ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ല. എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും പരിപൂർണമായ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ദുഃഖങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, അലച്ചിലുകളില്ലാത്ത ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ പരലോകത്തിന് പ്രശസ്തി ഉണ്ടാവുകയില്ല. എന്നെന്നും ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു പാരത്രിക ലോകം നമ്മളെ കാത്തു നിൽപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിഭാഗവും ആളുകൾ. എന്റെ ഈ ജീവിതം അത് വെറും ഒരു ഇടവേള, ഒരു യാത്രക്കാരന്റെ യാത്രക്കുള്ള ഒരു അവസരം മാത്രമായിട്ടാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം ബുദ്ധിയുള്ളവൻ കണക്കാക്കുന്നത്. പരീക്ഷണശാലയാണ് യഥാർത്ഥത്തിൽ ഈ നശ്വരമായ ദുനിയാവ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമെന്ന് വിശേഷിപ്പിച്ച വയനാടിന്റെ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ചൂരൽ മലകളിൽ നിന്ന് ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെട്ട, മരണങ്ങൾ ഒരുപാട് ഉണ്ടാക്കി തീർത്ത ഒരു വലിയ ദുരന്തം, കേരളം കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ദുരന്തമെന്ന് സോഷ്യൽ മീഡിയകളിൽ വിശേഷിപ്പിച്ച ഒരു വലിയ വാർത്ത കേട്ട് നീറുന്ന മനസ്സോടെ, വേദനിക്കുന്ന ഹൃദയത്തോടെയാണ്, അതിലൊന്നും പങ്കാളികളായിട്ടില്ലെങ്കിൽ പോലും കേട്ടവൻ കണ്ടവൻ അത് നോക്കി മനസ്സിലാക്കിയവർക്കുണ്ടായി ഒരു വലിയ ദുരന്തം. യഥാർത്ഥത്തിൽ ഓരോ ദുരന്തങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടാകുമ്പോൾ അടിക്കടിയായി കൊറോണയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുകളും എന്ന് വേണ്ട കുറഞ്ഞ വർഷങ്ങളായി മനുഷ്യൻ ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് ദുരന്തം ഈ ദുനിയാവിന്റെ പുറത്തു വന്നാലും വിശ്വാസിയെ സംബന്ധിച്ച് അവന് സന്തോഷമാണ്. ഏത് പ്രശ്നവും പരീക്ഷണവും ദുരന്തവും അവൻ അധിവസിക്കുന്ന ഈ ദുനിയാവിൽ അവനെ തേടി വന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ അവൻ അവിടെ സന്തോഷം കാരണം അവനിക്കറിയാം, ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ നശ്വരമായ ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും, നിസ്സാരമായ ഒരു മുള്ള് അവന്റെ കാലിൽ തറച്ചാൽ പോലും അത് പ്രതിഫലാർഹമാണ്. അത് അവന്റെ ജീവിതത്തിൽ നാളെ നന്മയ്ക്കുള്ള ഒരു വഴിയാണെന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെ വരുമ്പോൾ ഉരുൾപൊട്ടൽ പോലെ, മണ്ണിടിച്ചിൽ പോലെ അനേകം ആളുകളുടെ മരണത്തിനിടവരുത്തിയ ഒരു വലിയ ദുരന്തത്തെ ഒരു യഥാർത്ഥ വിശ്വാസി കാണേണ്ടത് തീർച്ചയായും ഇതിന്റെ പിന്നിൽ വിശ്വാസിക്ക് പ്രതിഫലമുണ്ടെന്ന് തന്നെയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ മദീന, അവിടുത്തെ വിശുദ്ധമായ മദീന പള്ളി എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് എത്തും. വകാന റജുലുൻ യഅതി നബിയ,
ഒരു ചെറിയ കുഞ്ഞിളം കയ്യിൽ കുഞ്ഞിന്റെ കുഞ്ഞിളം കയ്യുമേന്തിക്കൊണ്ട ഒരു പിതാവ് എല്ലാ ദിവസവും പരിശുദ്ധ മദീന പള്ളിയിലേക്ക് വരികയാണ്. ആ കുഞ്ഞ് നബിയുടെ സവിധത്തിൽ ഇരിക്കുകയാണ്. നബിയെ നോക്കി ചിരിക്കുന്നു, നബിയെ തൊട്ടു നോക്കുന്നു, നബിയോട് അവന്റെ കുഞ്ഞിളം വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നു. അല്ലാഹുവിന്റെ തിരുദൂതര് അവിടുത്തെ സ്വഹാബത്തിന്റെ മുമ്പിൽ, അവിടുത്തെ ആയിരക്കണക്കിന് അനുചരന്മാരുടെ മുമ്പിൽ ദീൻ പഠിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, ചിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പിതാവിനെയും കുഞ്ഞിനെയും കാണുന്നില്ല, കുഞ്ഞിനെ കാണുന്നില്ല. നബി സ്വഹാബത്തിനോട് അന്വേഷിക്കുകയാണ്. എല്ലാ ദിവസവും ഈ സദസ്സിലേക്ക് കടന്നു വന്നിരുന്ന ആ ബാപ്പയെയും കുഞ്ഞിനെയും കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ആ കുഞ്ഞ്, ആ പൈതലും മരണപ്പെട്ടു നബിയേ. ആ കുഞ്ഞ് മരിച്ചതിന്റെ ദുഃഖത്തിലാണ് ആ പിതാവ്. കേൾക്കേണ്ട താമസം അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുകയാണ്. ആ കാണാതെ കുഞ്ഞ് മരിച്ച ബാപ്പയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ആ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, കുഞ്ഞ ദിവസങ്ങളായി നിങ്ങളെ പള്ളിയിൽ കാണുന്നില്ലല്ലോ നബിയേ, അങ്ങന്റെ കുഞ്ഞു മകനെ കണ്ടിട്ടില്ലേ? എന്റെ കൂടെ എല്ലാ നിസ്കാരങ്ങൾക്കും എന്റെ കയ്യും പിടിച്ചുകൊണ്ട് വന്നിരുന്ന ആ എന്റെ പൊന്നുമോനി ദുനിയാവിൽ നിന്നും മരണപ്പെട്ടതിന്റെ വേദനയിലാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിയന്ത്രിക്കാൻ കഴിയാത്ത ആ വിരഹ ദുഃഖത്തിൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ പിതാവിനോട് സമാശ്വാസത്തിന്റെ ആശ്വാസത്തിന്റെ മറുപടി റസൂലുള്ളാഹി കൊടുക്കുകയാണ്. വിങ്ങപ്പെട്ട് നിൽക്കുന്ന ആ പിതാവിനോട് റസൂലുള്ളാഹി പറയുകയാണ്, അതുഹിബ്ബു അൻ തറാ ഫീ ബാബിൽ ജന്ന. തന്റെ മകന്റെ വിരഹവേദനയിൽ കഴിയുന്ന പിതാവ്, അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങയുടെ മകൻ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്ന് ഒരു കവാടത്തിൽ അങ്ങയെ പ്രതീക്ഷിച്ച് വളരെ കാത്തു നിൽക്കുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നോ? ആ പിതാവിന്റെ വേദന മാറുകയാണ്. നിങ്ങളുടെ മകൻ ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളത്തെ ശാശ്വതമായ പാരത്രിക ലോകത്ത് ഉപ്പയെയും പ്രതീക്ഷിച്ച് ഉമ്മയെയും പ്രതീക്ഷിച്ച് സ്വർഗീയ കവാടങ്ങളിൽ നിന്നുള്ള ഒരു കവാടത്തിൽ നിങ്ങളുടെ മകൻ നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമെന്ന് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ആ പിതാവിന് ഇതിലേറെ സമാധാനിക്കാൻ പറ്റിയ മറുപടി ഉണ്ടാവും. തിരുദൂതരുടെ എത്ര ഹദീസുകളാണ് ഈ ദുനിയാവിൽ നമ്മളെ തേടിയെത്തുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും നാളത്തെ ആഖിറത്തില് നമുക്ക് വലിയ മുതൽ കൂട്ടാണെന്ന് പഠിപ്പിച്ചത്. നിസ്സാരമായ പഠിപ്പിച്ചു. ഇബ്തലാഹു പറയുകയാണ്, ഇബ്തലൈതു അബ്ദീ ബിഹബീബതൈ. യാ റസൂലല്ലാഹ്, എന്റെ ഒരു അടിമ അവന്റെ 2 കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ, ഒരു മനുഷ്യന് അവന്റെ കണ്ണിന്റെ കാഴ്ച ശക്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചെന്ന് സങ്കല്പിക്കുക. ഈ ദുനിയാവിനെ നമ്മളെ ഇത്ര സന്തോഷവാനാക്കുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തിയല്ലയോ? ദുനിയാവില് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ കണ്ണാണ്, നമ്മുടെ കാഴ്ച ശക്തിയാണ്. നമ്മുടെ മനോഹരമായ ആ വീടിന്റെ വലിപ്പത്തെ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ കണ്ണല്ലയോ?
നമ്മുടെ വണ്ടിയുടെ നമ്മുടെ കാറിന്റെ മനോഹാരിത നമ്മളെ കാണിച്ചു തരുന്ന നമ്മുടെ കണ്ണല്ലയോ? നമ്മുടെ കുഞ്ഞുമക്കളുടെ സൗന്ദര്യത്തെ നമ്മളെ കാണിച്ചു തരുന്ന നമ്മുടെ കണ്ണ്. ആ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിച്ചാൽ, അള്ളാഹു നൽകിയ ഇരു കണ്ണിൽ ഒരു കണ്ണിന്റെയെങ്കിലും കാഴ്ചശക്തിക്ക് നഷ്ടം സംഭവിച്ചാൽ അങ്ങനെ ആ കാഴ്ചശക്തി നഷ്ടപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് സമാധാനപ്പെട്ട് ക്ഷമിച്ചു നിന്നാൽ അവന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എത്ര പരീക്ഷണങ്ങൾ വന്നാലും ആദ്യമായി നമ്മളിലേക്ക് ഓടി വരേണ്ട ഒരു മുഖമുണ്ട്. ഏതാണ് ആ മുഖം? അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഏത് വലിയ ബുദ്ധിമുട്ട് നേരിട്ടവനും അവന് സമാധാനം ലഭിക്കണമെങ്കിൽ തിരുദൂതരുടെ ആ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. എന്താ അഷ്റഫുൽ ഖൽഖിന്റെ പ്രത്യേകത? നമുക്കറിയാം, 6 മക്കളെ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ട ഒരു പിതാവാണ് നബിയുനാ റസൂലുള്ളാഹ്. ഒന്നല്ല രണ്ടല്ല, 6 മക്കളെ ഒരു വാപ്പ എന്ന നിലയിൽ 6 തന്റെ പിഞ്ചു മക്കളെ ഖബറടക്കം ചെയ്യപ്പെടാൻ വിധി വന്ന ഒരു നേതാവാണ് നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹ്. തന്റെ 61ാമത്തെ വയസ്സില് 2 ആൺമക്കളാണെന്ന് നബിക്കുള്ളത്. ഖാസിം, അബ്ദുല്ലാഹ്. ഈ 2 ആൺമക്കള് 2-3 വയസ്സ് പ്രായമായ ഇളം പ്രായത്തിൽ മരണപ്പെടുകയാണ്. ഒരു പിതാവിന്റെ വേദന രണ്ട് ആൺമക്കളാണ്. അതിൽ ആ 2 ആൺമക്കളും വളരെ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു. ഒരു പിതാവിനെ സംബന്ധിച്ചുള്ള ആഗ്രഹം, അല്ലാഹുവേ നീ പഠിപ്പിച്ചതിനും മനുഷ്യന്റെ ശരാശരി ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. എന്റെ സമുദായത്തിൽ ഭൂരിഭാഗത്തിന്റെയും ഈ ദുനിയാവിലെ പ്രായം അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. 61 വയസ്സെത്തിച്ച ഞാൻ, എനിക്കൊരു ആൺകുട്ടി ഇല്ലല്ലോ. ഒരു ആൺകുട്ടിക്ക് വേണ്ടി റസൂലുള്ളാഹി കൊതിച്ചു, ആഗ്രഹിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട മാരിയത്തുൽ ഖുബ്തിയ ഗർഭിണിയാണെന്ന് സന്തോഷ വാർത്ത അറിയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചു, തന്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയാണ്. അല്ലാഹുവേ, ഇതിൽ എനിക്കൊരു ആൺകുഞ്ഞാണോ ജനിക്കുന്നത്? വളരെ സന്തോഷിച്ച് ദിവസങ്ങൾ 9 മാസങ്ങളായി ഒരു മകൻ ജനിക്കുകയാണ്. 14-ാം രാവിന്റെ പ്രശോഭിതമായ ചന്ദ്രനെ പോലെ പ്രജ്വലിക്കുന്ന മുഖത്തോട് കൂടിയ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിളം പയ്യൽ റസൂലുള്ളാഹി. എന്റെ മകന് ഞാൻ എന്ത് പേരിടും? ഞാൻ എന്റെ പേര് മുഹമ്മദ് എന്ന പേര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ പേര് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ പേരാണ് തന്റെ ആ കുഞ്ഞു മകനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഇബ്രാഹിം എന്ന പേരിട്ടു. എല്ലാ ദിവസവും മദീന പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് മാരിയത്തുൽ ഖുബ്തിയയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ കുഞ്ഞിനെ എടുക്കുന്നു, താലോലിക്കുന്നു, ഉമ്മ വെക്കുന്നു. ആ കുഞ്ഞിനെ നോക്കി റസൂലുള്ളാഹി സംസാരിക്കുന്നു. ബഹുമാനികളെ മനസ്സിലാക്കണം, ആൺമക്കളെല്ലാം മരണപ്പെട്ടു വീണ്ടും ഒരു ആൺകുഞ്ഞിനെ ലഭിച്ച സന്തോഷത്താൽ താലോലിച്ചോമനിച്ച് വളർത്തി ആ കുഞ്ഞിന് 1.5 വയസ്സ്, 1 വർഷവും 6 മാസവും കഴിഞ്ഞ സമയം റസൂലുള്ളാഹി പതിവ് പോലെ മദീന പള്ളിയിൽ തന്റെ മകനെ പോയി പരിലാളിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു സഹാബി വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ മകൻ ഇബ്രാഹിമിന് രോഗം ബാധിച്ചിരിക്കുന്നു. ഓടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ചെന്നപ്പോൾ 1.5 വയസ്സുള്ള തന്റെ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വേദനയോടെ തന്റെ മകനെ അതാ തോളിലേറ്റി താരാട്ട് പാടുകയാണ്.
കുഞ്ഞ് മരിക്കുകയാണ്. ആ കുഞ്ഞ് മരിച്ചു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഇബ്രാഹിം ഇന്നാ ലമഹ്സൂനൂൻ ലിഫിറാഖിക്. മോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. നിന്നെ അല്ലാഹുവാണ് എനിക്ക് തന്നത്. സർവേശ്വരനായ ജഗം നിയന്താവായ സൃഷ്ടാവായ അല്ലാഹു നൽകിയവനാണ് നീ. അവൻ വിചാരിക്കുന്ന ഏത് സമയത്തും നിന്നെ മടക്കിയെടുക്കാനും കഴിവുള്ളവനാണ് അവൻ. നീ അവന്റെ വിളിക്കുത്തരം നൽകി പോകുകയാണല്ലോ മോനെ. നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോഴും എന്റെ നേതാവിനോളം, എന്റെ ഹബീബായ നബിയിനോളം ഈ ദുനിയാവിൽ വേദനകൾ തിന്ന മറ്റൊരാളുണ്ടോ? ആ ഹബീബിനേക്കാൾ, ആ നേതാവിനേക്കാൾ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരാളുണ്ടോ? തന്റെ 53-ാമത്തെ വയസ്സില് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ വീടിനെ ഉപേക്ഷിക്കേണ്ടി വന്നു, ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നു, മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വന്തം നാടിനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണല്ലോ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, നമുക്കറിയാം അങ്ങ് ചൂരൽമലയിൽ നിന്ന് 56 കിലോമീറ്ററുകൾക്ക് ഇപ്പുറമുള്ള ആ ചാലിയാറിന്, നിലമ്പൂരിന്റെ തീരത്തുള്ള ചാലിയാറിൽ ഏകദേശം ആദ്യ സമയത്ത് തന്നെ 56ഓളം ഡെഡ് ബോഡികള്, മനുഷ്യ ജീവനുകള്, മയ്യത്തുകളല്ലയോ ലഭിച്ചത്. 75ഓളം അവയവങ്ങളല്ലയോ ലഭിച്ചത്. നാം ഒന്ന് മനസ്സിലാക്കണം, ഒരു രാത്രിയുടെ തുച്ഛമായ വേള അങ്ങകലെ ചൂരൽ മലയിൽ നിന്നും 1 10 20 56 കിലോമീറ്ററുകളോളം ആ ശരീരത്തെ ഒഴുക്കിയവൻ. നമ്മള് ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു പഴയ വീടൊന്ന് പൊളിക്കാൻ, ഒരു പഴയ വീടൊന്ന് പൊളിച്ചു മാറ്റാൻ പണിക്കാരെ ചുമതലപ്പെടുത്തിയാൽ ആ വീടൊന്ന് പൊളിച്ചു മാറ്റാൻ എത്ര ദിവസങ്ങള്, എത്ര ആളുകളുടെ അധ്വാനങ്ങളൊന്നും വേണ്ടിവരും. പക്ഷേ ഒരു രാത്രിയുടെ തുച്ഛമായ സമയങ്ങൾക്കുള്ളില് ഒരു നാടിനെ മുഴുവനും 400ഓളം കുടുംബങ്ങളെ ദിവസിച്ചിരുന്ന ആ നാട്ടിൽ വെറും 30 വീടുകളെ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് 370 വീടുകളും നാമാവശേഷമായി പോയില്ലേ? എന്താ ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത്? അൽ കിബ്രിയാഉ ലില്ലാഹ്. ഈ ദുനിയാവിൽ ഒരു തരത്തിലും ഞെളിഞ്ഞു നടക്കാൻ, അഹങ്കരിക്കാൻ ഞാൻ അർഹനേ അല്ല. സമ്പത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, മണിമാളികകളുടെ പേരിൽ, മക്കളുടെ പേരിൽ, ഏതെങ്കിലും തരത്തിലുള്ള ജീവിത വിഭവങ്ങളുടെ പേരിൽ ഈ ദുനിയാവിൽ ഞാൻ ഒരിക്കലും അഭിമാനിക്കാൻ, അഹങ്കരിക്കാൻ അർഹതയുള്ളവനെ അല്ല. എനിക്കെന്ത് അഹങ്കാരത്തിന് അർഹത? ഖുലുഖൽ ഇൻസാനു ലഈഫാ. മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് കഴിവ് മനുഷ്യനുണ്ടെങ്കിലും അവൻ ദുർബലനാണ്. മനുഷ്യന് അവന്റെ കഴിവിന് പരിമിതിയുണ്ട്. എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പേരിൽ മനുഷ്യൻ അഭിമാനം കൊണ്ടാലും, എത്ര വലിയ അഹങ്കരിച്ചാലും ശരി, എന്റെ മുകളിലാണ് അൽ കിബ്രിയാഉ ലില്ലാഹ്. യഥാർത്ഥത്തിൽ അഹങ്കാരത്തിന്റെ അവകാശി അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു മാത്രമാണ്. അർജുൻ എത്രയോ ദിവസങ്ങള്
എത്രയോ ആളുകളുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒരു അർജുനന്റെ മൃതദേഹം ആ ശരീരമൊന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി വിന്യസിക്കപ്പെടുകയുണ്ടായി. പക്ഷേ എത്ര ആളുകളുടെ സമയങ്ങളും അധ്വാനങ്ങളും സമ്പത്തും അതിന്റെ പേരിൽ ചെലവഴിച്ചിട്ട് പോലും ആ ഒരു ശരീരത്തെ ലഭിച്ചോ? അതാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഞാൻ ഈ ദുനിയാവിൽ ഒന്നുമല്ല, ഞാൻ ഈ ദുനിയാവിൽ, ഈ നശ്വരമായ ദുനിയാവിൽ, ലോകത്ത് അവന്റെ കോടാനുകോടി പടപ്പുകളിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു നിസ്സാരമായ ജീവിയാണ്. എനിക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല, ഒരു വഴിയും ഇല്ല. നബിയെ പറഞ്ഞു കൊടുക്കണം ഖുർആൻ, തീർച്ചയായും നമുക്ക് ഭവിക്കുകയില്ല അല്ലാഹു തആല നമുക്ക് തലയെടുത്ത് നടത്തിയ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതല്ലാത്ത ഒന്നും ഈ ദുനിയാവിൽ നമ്മൾ തേടി വരികയില്ല. അള്ളാഹുവിന്റെ ഹിതമനുസരിച്ചല്ലാതെ, അള്ളാഹുവിന്റെ വേണ്ടുക വിചാരമില്ലാതെ ഈ ദുനിയാവിൽ ഒരു പുൽക്കൊടി അനങ്ങുകയില്ല, ഒരു ഇല താഴേക്ക് വീഴുകയില്ല. അള്ളാഹു അറിയാതെ ഈ ദുനിയാവിൽ ഒന്നും സംഭവിക്കുകയില്ല. ബഹുമാനികളെ, നമുക്ക് വേണ്ടത് ആ ജഗന്നിയന്താവായ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം. അള്ളാഹുവിൽ വിശ്വസിക്കണം, അവന് വേണ്ട രീതിയിൽ ഇബാദത്തുകൾ നടത്തണം. നമുക്കറിയാം, ഇതുപോലെയുള്ള മജ്‌ലിസുകളാണ് പ്രകൃതി ദുരന്തങ്ങൾക്കും പ്രകൃതി ക്ഷോഭങ്ങൾക്കും മേഘവിസ്ഫോടനങ്ങൾക്കും സമാധാനം നൽകുന്നത്. ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകളാണ്. ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകളെ പഴിചാരുന്നവര്, ആത്മീയ സദസ്സുകൾക്ക് വില കൽപ്പിക്കാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ആത്മീയ സദസ്സുകൾക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരുന്നത് അതിന്റെ ഇതുപോലെയുള്ള സദസ്സിന് വളരെ വലിയ മഹത്വമുണ്ട്. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത്, ഹൃദയത്തിന് മനസ്സമാധാനം ലഭിക്കുന്നത് അത് ദൈവിക സ്മരണ കൊണ്ട് മാത്രമാണ്. ദൈവിക സ്മരണ, തന്റെ മുകളിൽ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ചാലകമുണ്ടെന്ന ആ അടിയുറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോൾ രൂപമൂലമാകുന്നു അന്ന് നമുക്ക് സമാധാനം ലഭിക്കും. നമ്മള് ആ വിശ്വാസമുള്ളവരാകണം. താൻ എന്നും ഒരു ദുർബലനാണെന്നും തന്റെ മുകളിൽ അജയ്യനായ അതിശക്തനായ ഒരു നിയന്ത്രണമെന്നുള്ള ഒരു ബോധം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള ദൈവിക സ്മരണകൾ, അല്ലാഹുവിനെ സ്മരിക്കുന്ന, അവൻ ഇഷ്ടപ്പെട്ടവരെ സ്മരിക്കുന്ന, അവൻ ഇഷ്ടപ്പെട്ട അവന്റെ സമീപസ്ഥരായ മഹാത്മാരെ, മഹത്തുക്കളെ, മഹതികളെ സ്മരിക്കുന്ന ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. നബിയുടെ മാസം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് തുച്ഛമായ ദിവസങ്ങൾ കഴിയുമ്പോൾ കടന്നു വരികയാണ്. ആ മാസത്തിലെ നമ്മുടെ ഭവനങ്ങളിൽ, ഓരോ ഭവനങ്ങളിലും ആ പുണ്യസൂര്യനെ അവധാനപ്പെടുത്തുന്ന, വാഴ്ത്തപ്പെടുന്ന പുണ്യ മൗലിദുകളും അതുപോലെയുള്ള സദസ്സുകളും സംഘടിപ്പിക്കണം. കാരണം അതുപോലെയുള്ള ആത്മീയ സദസ്സുകൾക്കാണ് പ്രകൃതി ക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും തടയിടാനുള്ള ചാലക ശക്തിയുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ഇതിക്കുള്ള മൗലിദ് വീട്ടിലും ഓടേണ്ടതാ. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ആ മൗലിദ് നാമുമായി ബന്ധപ്പെട്ട് നാം അധിവസിക്കുന്ന വീട്ടിലാകട്ടെ, നമ്മുടെ കടകമ്പോളങ്ങളിലാകട്ടെ, കച്ചവട സ്ഥാപനങ്ങളിലാകട്ടെ, നാമുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം ആ തിരുദൂതരെ വാഴ്ത്തപ്പെടുന്ന ആത്മീയ മജ്‌ലിസുകളുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ കാവല് നമുക്ക് കിട്ടുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനികളെ, വളരെ പ്രതീക്ഷയോടെ, വളരെ
തികഞ്ഞ മനസ്സോടെ ഈ ബിസ്മില്ലാ മജ്‌ലിസിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കുകയും അല്ലാഹു ഏകനായ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ ഏകനായ നിയന്ത്രാവായ ആ റബ്ബിന്റെ ആ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഈ ലോകത്തൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് ഞാൻ ഒരിക്കലും അഹങ്കാരത്തിന് അഹങ്കരിക്കാൻ അർഹതപ്പെട്ടവനല്ല എന്നുള്ള ഒരു തിരിച്ചറിവുമാണ് ഇതുപോലെയുള്ള സദസ്സുകളിൽ നിന്ന് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകാര്യയോഗ്യമായ സദസ്സാക്കി കബൂലാക്കട്ടെ. എല്ലാവിധ മുറാദുകളും ആഗ്രഹ അഭിലാഷങ്ങളും അല്ലാഹു തആല ഈ ആത്മീയമായ സദസ്സിലൂടെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം ഏതെല്ലാം തരത്തിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, മക്കളുപരമായി ഏതെല്ലാം വേദനകള്, ഏതെല്ലാം വിഷമതകൾ അനുഭവിക്കുന്നു, സർവ്വദിനം സർവേശ്വരനായ അല്ലാഹു പരിപൂർണമായ സമാധാനം നൽകി ഈ സദസ്സിൽ നിന്നും സന്തോഷത്തോടെ വേർപിരിയുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. إلى حضرة حبيبنا المصطفى سيدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. إن الله وملائكته بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وأهل بيته وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم اجعل ثواب قراءتنا وبركة دعائنا إلى حضرة النبي سيدنا وحبيبنا وقرة أعيننا مولانا مصطفى محمد صلى الله عليه وسلم وإلى حضرة آله وأصحابه وأزواجه الطاهرات أمهات المؤمنين وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرة مشايخنا مشايخ سلسلة النقشبندية والشاذلية والقادرية والرفاعية وسائر الطرائق والأئمة كلهم أجمعين وإلى حضرة أساتذتهم أجمعين. اللهم اعل درجاتهم وانفعنا بهم بعلومهم وأسرارهم وأنوارهم في الدارين. وإلى حضرة سائر المؤمنين والمؤمنات والمسلمين والمسلمات
وإلى حضرة من ماتوا منا ومن أقاربنا يا أرحم الراحمين. اللهم اغفر لهم وارحمهم وتقبل حسناتهم وتجاوز عن سيئاتهم يا أرحم الراحمين. اللهم أبدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وزوجا خيرا من زوجهم وجيرانا خيرا من جيرانهم. اللهم أدخلهم الجنة وأعذهم من عذاب القبر وفتنته ومن عذاب النار. اللهم بارك لنا في جميع أمورنا خصوصا في مجلسنا هذا وفي تعلمنا وتعليمنا بركة تامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا ذنوبنا وارحمنا ولوالدينا ولأساتذتنا ولمشايخنا ربنا ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. سبحان الذي يطلع في شهر ربيع الأول قمر النبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر زمان كما قدر وابدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. ألا هو الذي توسل به آدم عليه السلام واختارت بكونه والدا واستعاذ به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام. حين ألقي في النار فعاد صار لحمها محمدا ورأته أمه آمنة حين عملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا أدبرت الشمس فلا والهدى فسميه محمدا. قال الله عز وجل قد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيح. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في دينتي فأحبتني الله في سلب آدم عليه السلام إلى الأرض وجعلني في السفينة في سلب نوح عليه السلام وجعلني في سلب خليل إبراهيم عليه السلام حين قذف به في النار. ولم يزل ينقلني ربي من أسراب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على صفاء قط. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي.
النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي إننا نرجو إلى توسع حولك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهب لنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي بسم الله الرحمن الرحيم. إلى حضرة سيدنا وحبيبنا وشفيع المصطفى محمد صلى الله عليه وسلم، وإلى حضرة أرواح الأنبياء والمرسلين والصحابة والتابعين وتابع التابعين إلى يوم الدين، وإلى حضرة أرواح الأولياء والشهداء والصديقين والصالحين، وإلى حضرة أرواح ملائكة الله المقربين جبريل عليه السلام وميكائيل عليه السلام وإسرافيل عليه السلام وعزرائيل عليه السلام والحفظة والروحانيين المؤكدين بعالمي الإنس والجن وكبرائهم ورؤسائهم مذهب والتمريات وهشتش له كوش وأحمر وشوغال
وكشكش نيعوش برقان وهدنياج ونجلستش وجنجسلستوش ميمون صنعق شطل تشكوش وأبيض وشمهورش وزوبعة الذين أعهد الله نبيه سليمان عليه السلام بالطاعة العظيمة وإلى حضر الأرواح جميع المؤمنين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة غوثنا وقطبنا الشيخ السيد محي الدين عبد القادر الجيلاني رضي الله عنه العزيز ومشايخ سلسلة القادرية وإلى حضرة سادات سيدنا وسندنا وولي نعمتنا العارف بالله الشيخ زين الدين الكبير المعبدي لأنص الله سره العزيز وسائر الأولياء والعلماء المدفونين في بلدنا هذا والشيخ ولي الله صدقة الله القادري قدس الله أسرارهم ونفعنا ببركاتهم. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا وعلى آله وصحبه وأهل بيته وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم إنا نتوسل إليك بوليك قطبنا محي الدين عبد القادر الجيلاني قدس الله سره العزيز. اللهم إنك لم تنزل بلاء إلا بذنب ولم تكشفه إلا بتوبة وقد توجهنا إليك بوليك غوثنا وسيدنا محي الدين قدس الله سره العزيز فادفع الوباء عنا وعن أهل بلدنا. اللهم شفعنا في أنفسنا وفي أهلنا. اللهم لا نرجو إلا إليك ولا ندعو غيرك ولا نرغب إلا إليك. اللهم إليك نشكو ما نزل بنا من بلاء ووباء وخوف وضعف. اللهم أنت الراعي فأغثنا بغياثك يا أرحم الراحمين. اللهم أنت الراعي فأغثنا بغياثك يا أرحم الراحمين. اللهم أنت الراعي فأغثنا بغياثك يا أرحم الراحمين. سلام قولا من رب رحيم. 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 سلام قولا
من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم. بسم الله الرحمن الرحيم. إن أبطأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله السير مسرعة في عل عقدتنا يا غارة الله لبطأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله يا غارة الله في السير مسرعة في هل عقدتنا يا غارة الله نبطأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله يا غارة الله حسن السير مسرعة في حل عقدتنا يا غارة الله. الحمد لله حمدا دائما أبدا والشكر شكرا وزيرا واصبا رمدا ثم الصلاة على وقت لنا بردا والآل والصحب والتبع في الدين كتب أهل السماء والأرض غوثهما يا خير عيني وجوديهم وغيثهما ابن العليين قد أحرزت عرسهما يا خير من كان يدعى محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر يا غوث العظم كل دهر والحين أعلى ولي بتحكيم وتمكين مولى فقير إلى المولى ومسكين أنت الذي الدين سمى محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني لقد أتاك خطاب الله مستمعا يا غوث الأعظم كن بالقرب مجتمعا أنت الخليفة لي في الكون ملتمعا سميت باسم عظيم من محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني أنت
عبد القادر الفردي صمد 12 خريفا صائم سردي ونمت نم نومة فيها على طردي أنت الملقب حقا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني كنت للقادر المختار عبدا أعطاك من قدرة ما شئت من مستقر أنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني شرفت جيلنا بالميلاد سكينه علمت بالقبر بغداد مكينه يزوره كل مشتاق ولكنه في بيته قد يلاقي محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني رأيت دين الهدى شخصا ودا عرفا فشفيته لمسة كفيته عرقا وانزال عنه الذي قد عمه مرضا فقام يدعوك حبا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني الحسينية والحسنية كنت أب الله أما شريفين قد اجتمعا كنت شمسا وبدرا نورا التمعا أنت الأحق لتدعى محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني رفيعي يا فصيلة الحنبلية بلا هجر لتحتاط بالخيرين معتدلا ولم تزل راقيا أعلى مقام علا حويت أرفع صيت محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني
ندعوك يا غوث الأعظم محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني كم من كراماتها قم منك قد ظهرت منيرة في قلوب بالخلق قد زهرت معجزات نبي يوم في الغار استارا يا من دعا ربه يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني ملأت مدونة كتبا مؤلفة حوت العجيب أخبارا مصلفة ضاءت إلى الحشر آثارا مخلفة أعليت دين الهدى يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني قد قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء طرا وكلهم قد رضوا ولعلها بشرى يا من صام اسما عليهم محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني وفي خزانة أسرار روى صندا عن كل موضوعات في عنقه عددا إلا أبا بكر منهم فتاب فداه عزت المعالي جما محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني كل الطوائف بالإجماع متفقا على كمالك في علياك متسقا الخوارج أهل الزيغ والزندقة أنت المدار لكل محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني معظ لهجك ذو علم ولا كشف بل كل نسلو على ما فيك من وصف لم يبلغ فيه من كل إلى نصف أنجيت كل مريد محيي الدين
محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني قلت من لا له شيخ فإني له شيخ ومرشده حتى كأني له جلسوه خلوة ومن لدني له وصل فكن هكذا لمحيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني وضيون الدسم الفم خلوته أزما بهمته صرما لغفوته أعجبته مسرعا من أجل دعوته فليدعو يا عبد القادر محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني بعد الصلاة اثنتين. അടുത്തതായി പ്രസിദ്ധമായ ഖളാഉൽ ഹാജത്ത് നിസ്കാരമാണ്. ഖളാഉൽ ഹാജത്ത് ആവശ്യം നിർവഹിക്കപ്പെടുന്നതിനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്ത് ആദ്യ റക്അത്തിൽ ഫാത്തിഹ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ 6 പ്രാവശ്യമായി ഈ 2 റക്അത്ത് വീതം 12 റക്അത്ത് നിസ്കരിക്കും.